ഹായ് ബുദ്ധിമുട്ടിലേക്ക് വീഡിയോ ഹയർസിയെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഡ്സിൻ്റെ കോർട്ടിൽ 2 കേസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു. ഒരു കേസ് എന്ന് പറയുന്നത് ഇവർ കൊടുത്തൊരു നമുക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. നമ്മൾ നിയമപരമായിട്ടുള്ള ബിസിനസ്സാണ്, ദൈവസ്പർശമുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്, അത് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ കൊടുത്തിരുന്നത്. അതേസമയം ബഡ്സിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി കൊടുത്ത കേസ് എന്ന് പറയുന്നത് ഇവന്മാർ കള്ളന്മാരാണ്, പൂട്ടിക്കെട്ടണം. ഇത് ഒരു പ്രാവശ്യം പൂട്ടിയപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായി. 11 ദിവസം ഇവരുടെ സ്ഥാപനം ഞാൻ കള്ളപ്പേരിലുണ്ടാക്കിയ ആസ്തികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. അതുകൊണ്ട് വീണ്ടും പൂട്ടിക്കെട്ടണം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ കൊടുത്ത കേസ് ഇവർ നീട്ടിവെക്കുകയാണ് ചെയ്തിരുന്നത്. വളരെ സ്വാഭാവികം, ഇവരങ്ങനെയാണ് ചെയ്യാറ്, ഇവർക്കത് മാത്രമേ അറിയാറുള്ളൂ. അപ്പോൾ ഇവർ കൊടുത്ത കേസ് ഇവർ നീട്ടിവെച്ചു. അപ്പോൾ ഇവർ ഇതിൻ്റെ കാരണം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുറന്നു തരണം എന്ന് പറയുന്ന കേസാണ് നീട്ടിവെച്ചത്, നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവർ ഇതിന് കാരണം പറയുന്നത്, നമ്മളെന്തോ സംഭവങ്ങൾ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, രാത്രി ഇത് ഉത്തരവിടാൻ പറ്റുമോ, 10:47 ഓഫീസില്ലാത്ത സമയത്ത് ഇതാരാണ് ഇട്ടത്, ഇത് വ്യാജമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സംഭവങ്ങൾ ഹൈക്കോടതിയിൽ കിടക്കാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച വരും. അപ്പോൾ തിങ്കളാഴ്ച വന്നിട്ടാകുമ്പോൾ നമുക്കത് വാദിക്കാം എന്നുള്ളതാണ്. അല്ല, എന്തിനാണ് ഹൈക്കോടതിൻ്റെ കാര്യങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? ഇവർക്ക് ഈ എന്തെങ്കിലും ദൈവസ്പർശമുള്ള അല്ലെങ്കിൽ ദൈവം കയ്യൊപ്പിട്ടുള്ള നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്ന, നട്ടപ്പാതിര വരെ വർക്ക് ചെയ്തിട്ട് എന്തോ കുലുക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്ന, പൂളിൽ നിന്ന് കോരി കൊടുക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ ബഡ്സിലെ കോർട്ട് പറയും, ഓ നിങ്ങൾ നിയമപരം തന്നെയാണ്, ശരി സോറി തെറ്റ് പറ്റിയിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ നാളെ തന്നെ തുറന്നോ, താക്കോൽ കളക്ടർക്ക് പോയിട്ട് വാങ്ങിച്ചോ നമുക്ക് പറയൂലേ. പക്ഷെ അതിനൊന്നും നിൽക്കാതെ ഇവരെന്തിനാണ് പിന്നെയും ഇത് നീട്ടിവെച്ചത് എന്നാണ് എനിക്കറിയാത്തത്. അപ്പോൾ ഇതിനൊറ്റൊരു കാരണമേ ഉള്ളൂ, ഇവർക്കറിയാം അവിടെ വാദിക്കാൻ ഒന്നുമില്ല എന്ന്. വാദിച്ചു കഴിഞ്ഞാൽ മണി ചെയിനാണെന്ന് പച്ചക്ക് പറയും, ഇത് മണി ചെയിനാണ് നിങ്ങൾ നടത്തിയതെന്ന് ജഡ്ജ്, സെഷൻ കോർട്ടിലെ ജഡ്ജി പച്ചക്ക് പറയുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും നമുക്കറിയാലോ, ഇവരെന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം ഡേറ്റ് നീട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വാദിച്ചിരുന്നത്. അപ്പോൾ ഡേറ്റ് നീട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നിയമപരമാണ്, ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അതിലാണ് പ്രതീക്ഷ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഗോപി ആയി കഴിഞ്ഞാൽ ഇവിടെ നീട്ടിവെക്കാൻ പോലും ആളുണ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, ഇനിയിപ്പോൾ ഈ സെഷൻ കോർട്ടിൽ ഉത്തരവ് ഇവർ രേഖയൊക്കെ കാണിച്ച് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഹൈക്കോടതിയിൽ ആ ഒരു സംഭവം പിൻവലിച്ചാൽ മതിയല്ലോ. എന്താ സെഷൻ കോർട്ട് നമുക്ക് തുറന്നു തരുന്നിട്ടുണ്ട്, ആരുണ്ടടാ നിങ്ങൾ ആരടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ സെഷൻ കോർട്ടിലെ കേസ് സ്വാഭാവികമായിട്ട് ഇവർ നീട്ടിവെക്കുക അല്ലെങ്കിൽ പിൻവലിക്കുക, അവിടെ പോയിട്ട് പിൻവലിക്കാം, നീട്ടി വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ കമ്പനി തുറന്നില്ലേ. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? എന്നാലും ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് FIR ആയിട്ട് പോകുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലാണ്. പെട്ടെന്നൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ FIR കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഒരുപാട് സ്ത്രീകൾ തട്ടിപ്പ് മനസ്സിലായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തന്നെ. എന്തായാലും അവർക്ക് അവരുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. വൈകിയാണെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടും, ഉറപ്പ്.